ഡോക്ടർ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം ഈ ന്യൂ ബോൺ ബേബീസ് ഒക്കെ എത്ര സമയത്തിനുള്ളിലാണ് മലവും മൂത്രവും ഒക്കെ പോകേണ്ടത്? ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇത് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഡെലിവറിക്ക് ശേഷം പിറ്റേ ദിവസമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 12 അവർ കഴിഞ്ഞ് പേരൻസ് ചോദിക്കുന്നത്, സാറേ ഇതുവരെ മോഷൻ പാസ് ചെയ്തിട്ടില്ല, യൂറിൻ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഭയങ്കര കൺസേൺ ആണ്. അപ്പോൾ ഇതിന് പ്രത്യേക കണക്കുണ്ട്. അപ്പോൾ മോഷൻ എന്ന് വെച്ചാൽ ബേബിയുടെ സ്റ്റൂള്. ഇത് ഡെലിവറിക്ക് ശേഷം ഒരു 24 ഹവേഴ്സാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത്. പക്ഷേ യൂറിൻ പോകാൻ നമുക്കൊരു 48 ഹവേഴ്സ് വരെയൊക്കെ നമുക്ക് സമയം കൊടുക്കാം. പിന്നെ ആദ്യത്തെ 48 ഹവേഴ്സിൻ്റെ ഈ യൂറിൻ്റെ അളവൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഫീഡിംഗ് ഒക്കെ ശരിയാകുമ്പോൾ അത് ശരിക്കും യൂറിനൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ 24 ഹവേഴ്സ് മോഷൻ പോയില്ലെങ്കിലും 42 മണിക്കൂർ യൂറിൻ ശരിക്കും പോയില്ലെങ്കിൽ നമ്മൾ ആ ബേബിനെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ബേബിയുടെ സ്കാനും ബാക്കിയുള്ള അനുബന്ധ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും മേജർ പ്രോബ്ലം ഉണ്ടോ നമ്മൾ പരിശോധിക്കുന്നതാണ്. ഇത് എല്ലാ പേരൻസിനെയും അപ്പം നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ മിക്കവാറും ചെല്ലുമ്പോഴേക്കും ചില ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടാവും. അവർ ബേബിയുടെ അടുത്ത് ഇങ്ങനെ മോശം പോകുന്നുണ്ടോ യൂറിൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇത്ര സമയം ടൈം പീരീഡ് ഉണ്ട്, അങ്ങനെ പോയില്ലേ മേജർ ഇഷ്യൂ ആണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു കൺസേൺ ആണ് ഇത്.